ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ദീപാവലി വിശേഷങ്ങളാണ്. രാവിലെ തന്നെ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ വെച്ചായിരുന്നു. അതിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം നമ്മൾ മാത്രമായിട്ടുള്ള സെലിബ്രേഷനിലാണ്. ഞങ്ങളൊരു ഫാമിലി, ചേച്ചി ഒരു ഫാമിലി, അപ്പുറത്തെ മാമൻ്റെ ഫാമിലി, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു ദീപാവലിയായിരുന്നു. അപ്പോൾ ഈ പൊട്ടിത്തെറിക്കുന്ന പടക്കമൊന്നും വാങ്ങിച്ചില്ല. ഞങ്ങളല്ലാതെ പൂത്തിരി, മത്താപ്പൂ അങ്ങനെയുള്ള ചെറിയ ഐറ്റംസാണ് എടുത്തത്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് പറ്റിയത്. പടക്കം അങ്ങനെയുള്ള ഐറ്റംസൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ നന്ദിയോട് പോയി പർച്ചേസ് ചെയ്തു. എൻ്റെ അപ്പച്ചിയൊക്കെ പടക്കക്കട നടത്തണേന്. അപ്പോൾ അവിടെ പോയി മേടിച്ചു. അതിൻ്റെതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 വീട്ടുകാരും ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്തത്. അതിൻ്റെ സൗണ്ടുകൾ മാക്സിമം അലപ്പും ചിലപ്പറേ കാണും. അതൊക്കെ സഹിച്ച് കാണേണ്ടി വരും. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി വേറെ എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. അതേ വോയിസ് തന്നെ ഞാൻ കേൾപ്പിക്കാം. നീ പോയി വാങ്ങിച്ചോ? ഇതിനാണ് ഈ നിലവിളി വിളിക്കണത്. എന്തിനാണ് ഇത്ര നിലവിളി വിളിക്കണത്? മാറ്റടി അവളെ. ഇതൊക്കെ ചീത്ത കത്തിച്ചതൊക്കെ പേടിയില്ല. ആരും ഇല്ല ഇവിടെ. നമുക്ക് ബോക്സ് ഒരു വീഡിയോ എടുക്കണേ. പേടിക്കണ്ട, എൻ്റെ കൈ പിടിച്ചോ. ഇങ്ങോട്ട് ഇത് വേണ്ട. ഇതിൽ കത്തിക്കുന്ന കമ്പികൾ
പിന്നെ ഞങ്ങളുടെ സ്റ്റോക്ക് തീർന്നതിന് ശേഷം അയൽപ്പക്കത്തുള്ളവരെ സ്റ്റോക്കുകൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി കടയിൽ ചെന്ന് നിന്നിട്ട് അവിടെ നിന്ന് ചേട്ടന്മാർ കത്തിക്കുന്നതൊക്കെ വെയിറ്റ് കത്തിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലായിടത്തെയും ഏകദേശം ദീപാവലി സെലിബ്രേഷനൊക്കെ തീരാറായി. പോഹ തോന്നാം. ഇല്ല, അടുത്ത എലിവാണ് മൂന്ന് നോക്കാം. എവിടെയെങ്കിലും തട്ടിത്തിരിഞ്ഞ് ഒരു ഓടി കാത്ത് കയറാതെ. ഇങ്ങനെയാണത് കറങ്ങണം. അതിന് നല്ല ഇവളെന്തോ ചെയ്യുവാ. വീട് കത്തിയോടി മോളില് താഴെ പൊട്ടണം. കിട്ടി. ഹാപ്പി ദീപാവലി ഗൈസ്. അങ്ങനെ നമ്മുടെ
ദീപാവലി ആഘോഷം കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ഇടണേ. ഹാപ്പി ദീപാവലി. വീഡിയോ ലേറ്റായിട്ടാണ് ഇടുന്നത്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. എന്തെങ്കിലും തെറ്റുപറ്റുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ബൈ ബൈ.